ഓക്കെ ഗൈസ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് നമ്മളെന്തായാലും രാവിലെ തന്നെ ഗൈസ് നമ്മുടെ ഏതാണ് കവാസാക്കി നിഞ്ച ZX-10R നമ്മളെന്തായാലും ഇറങ്ങിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, എന്താണ് ഗൈസ് ആകെ ബോറടിയും അതൊക്കെയാണ്. ഓക്കെ, അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ചില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുകൊണ്ട് ഇറങ്ങിയാണ്. ഓക്കെ, ആവശ്യത്തിന് ചില്ലൊക്കെ ചെയ്തു. ഓക്കെ, ഞാൻ പിന്നെ ഒരു ചായയും കൂടെ കുടിക്കാനായിട്ട് ഇറങ്ങിയാണ്. ഓക്കെ, രാവിലെ തന്നെ വണ്ടി എടുത്തോണ്ടൊക്കെ ഇറങ്ങി. ഓക്കെ, എന്താന്ന് ഇറങ്ങണം, ഭയങ്കര ക്ഷീണമാണ് കേസ്. ഓക്കെ, ആകെ ബോറടിയും കൂടെ ആണ്. ഓക്കെ, അതുകൊണ്ടൊരു ചായ കുടിക്കാൻ തോന്നി. ഓക്കെ, രാവിലെ തന്നെ, അതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയത്. ഓക്കെ, പിന്നെ എനിക്കാണെങ്കിൽ ഒരു ഇൻഫർമേഷനും കൂടെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടെയാണ് ഞാൻ വന്നത് തന്നെ. ഓക്കെ, നമ്മുടെ ലെസ്റ്ററാണെങ്കിൽ നമ്മളെ രാവിലെ തന്നെ വിളിച്ചിരുന്നു കേസ്. ഓക്കെ, എന്തിനാണ് പുള്ളി വിളിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീടിൻ്റെ ഏകദേശം അടുത്തൊക്കെ തന്നെ ഒരാളുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ ഒരു കിടുക്കാച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, യെസ് ഗൈസ്. ഓക്കെ, ഒരു കിടുക്കാച്ച് വണ്ടികളൊക്കെ എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അത് ഏത് വണ്ടി എന്നായിരിക്കും ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും വിചാരിച്ചെന്തായാലും ഇരിക്കണം. ഓക്കെ, വേറെ ഒരു വണ്ടിയല്ല ഗൈസ്, നമ്മുടെ മെഴ്സിഡീസ് ബെൻസിൻ്റെ ജി വാഗണും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ആ ഒരു വണ്ടിയും കാര്യങ്ങളും. ഓക്കെ, വേറെ ലെവലായിട്ടുള്ളൊരു വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ആ ഒരു വണ്ടി എന്ന് വെച്ചാൽ. ഓക്കെ, മെഴ്സിഡീസ് ബെൻസ് ജി വാഗണും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ പൊളി വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഇന്നെന്തായാലും അടിച്ചു മാറ്റാനായിട്ട് പോവുകയാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ സ്ഥിരം പണി അതല്ലേ, സ്റ്റീലിംഗ് ആണ് ഗൈസ്, സ്റ്റീലിംഗ്. ഓക്കെ ഓക്കെ നമ്മുടെ വണ്ടി വീണത്, അതുകൊണ്ടൊന്ന് എടുത്തു വെച്ചത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ആ വണ്ടി ഇന്നെന്തായാലും അടിച്ചു മാറ്റാനായിട്ടാണ്. അതൊന്ന് സീന് വണ്ടിയാണ്. ഓക്കെ, ആ വണ്ടിക്കാണെങ്കിൽ സത്യത്തിൽ ഒരു പ്രത്യേകയും കൂടെ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, കാരണം വെച്ചാൽ ആ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും ആദ്യമായിട്ടാണ് കേസ് നമ്മുടെ ഇന്ത്യയിലോട്ട് എന്തായാലും ലോഞ്ചുകളൊക്കെ എന്തായാലും ആവണത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലോട്ട് ആദ്യമായിട്ടാണ് ലോഞ്ചുകളൊക്കെ ആവണം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ആ വണ്ടി എന്തായാലും വെറും ഒറ്റ പീസ് കാര്യങ്ങളൊക്കെ അവരെന്തായാലും ആദ്യം എന്തായാലും കൊണ്ടെന്തായാലും വരണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഒറ്റ പീസ് കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു മില്യണയറും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തേക്കാണ്. ഓക്കെ, അതായത് ആ ഒരു ജീവാഗണ കാര്യങ്ങളൊക്കെ ഒരു ആളുകളൊക്കെ വാങ്ങിച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ കണക്ക് ആ ഒരു വണ്ടി എന്തായാലും കംപ്ലീറ്റ് പ്രൊട്ടക്ഷനോടെ എന്തായാലും പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഒറ്റ വണ്ടികളാണ് ജി വാഗൺ. ഓക്കെ, ഇനി കൊണ്ടുവരുന്നതാണ്, പക്ഷെ അതൊക്കെ പിന്നെ കൊണ്ടുവരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഒരു പ്ലാൻ പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആരും കാണാതെ മാക്സിമം പോലീസ് വരാത്ത രീതിയിൽ ആ ഒരു ജി വാഗൺ കണക്കെ നൈസായിട്ട് അങ്ങ് അടിച്ചു മാറ്റാനാണ് കേസ് നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ. എന്താവുന്നൊന്നും ഒരു പിടിയും തന്നെ എന്തായാലും ഇല്ല, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ആ ഒരു ജി വാഗൺ കണക്കെ അടിച്ചു മാറ്റാം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഞാൻ എന്തായാലും പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഞാൻ കംപ്ലീറ്റ്ലി മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് വരട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും കണ്ടല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ട് എന്നാലും വരാം. ഓക്കെ, ഓക്കെ ഫൈനലി അങ്ങനെ ഞാൻ എന്തായാലും നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ ഞാൻ ഫോണിലൊരു കാര്യം നോക്കിക്കൊണ്ട് വരായിരുന്നു. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ഫൈനലി എന്തായാലും താഴെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ വണ്ടി എടുക്കാം. നമ്മുടെ കാർ സ്റ്റീലിങ്ങിന് കാറല്ല, SUV പോലത്തെ ഒരു വണ്ടിയാണ് നമ്മുടെ മെഴ്സിഡീസ് ബെൻസ് ജി വാഗൺ. ഓക്കെ, ഈ സാധാ താർ എടുക്കണോ അതോ മോഡിഫൈഡ് താർ എടുക്കണോ, അതാ ബൈക്കോ സൈക്കിളോ അല്ല എടുക്കണോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് മോഡിഫൈഡ് താർ എടുക്കാം. ഇതെടുത്തിട്ട് കുറേ ദിവസമൊക്കെ. ഓക്കെ, പിന്നെ ഇതെല്ലാം ഞാൻ അടിച്ചു മാറ്റിയതാണ്. ഓക്കെ, എൻ്റെ ആകപ്പാടം ഉണ്ടായിരുന്നത് ഈ സൈക്കിള് പിന്നെ ആ പൾസറാണ്. ഓക്കെ, അത് രണ്ടും തുരുമ്പ് പിടിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, ഞാൻ കുറേ ബാങ്ക് റോബറി സ്റ്റീലിങ് എല്ലാം ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ വിറ്റ് പറക്കി അങ്ങനെയൊക്കെ ചെയ്താണ് ഞാൻ അതൊക്കെ പെയിൻ്റ് അടിച്ചതിനൊക്കെ. ബാക്കിയെല്ലാം അടിച്ചു വരികയാണ്. ഓക്കെ, എൻ്റെ ഒരു കാറും പിന്നെ ഇങ്ങനത്തെ ജീപ്പ് അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഓക്കെ, അതൊക്കെ അടിച്ചു മാറ്റിയാണ്. ഓക്കെ, അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇതൊക്കെ കൊണ്ടെന്നാലും നേരെ പോക്കെ നമ്മുടെ ഏതാണ് ലെസ്റ്ററിങ്ങളൊക്കെ നമുക്ക് എന്തായാലും ആ ഒരു ലൊക്കേഷനുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് വലിയ എളുപ്പമാണ്. ഓക്കെ, പക്ഷെ നമ്മൾ രാവിലെ വന്ന വഴിയിലുള്ളൊരു വീടെന്നാണ് പുള്ളി എന്തായാലും പറയണത്. ഓക്കെ, ആ വീട്ടിലും കാലൊക്കെയാണ് ഗൈസ് ജി വാഗൺ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇപ്പോൾ ഈ ജി വാഗൺ അങ്ങ് നൈസായിട്ട് അങ്ങ് എടുക്കാം ഗൈസ്. ഓക്കെ,
ഈ താറും എടുത്ത് ഇറങ്ങണ്ടായിരുന്നതാണ് ഇപ്പം എൻ്റെ മനസ്സ് പറയണത്. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സീൻ വന്നു വണ്ടി ഡാമേജ് ആവില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു, നമുക്ക് വണ്ടി എവിടെയെങ്കിലും ഒളിപ്പിച്ച് പാർക്ക് ചെയ്തിടാം. ഓക്കെ, പേടിക്കേണ്ട പക്ഷേ ഇപ്പം തന്നെ പറയും ചെറുതായിട്ട്, കുഴപ്പമില്ല. ഇവിടെ പാർക്ക് ചെയ്യും. കാര്യം ചെയ്ത് നമുക്ക് അങ്ങോട്ട് പാർക്ക് ചെയ്ത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഗൈസ് നമ്മുടെ ജീവാഗണമുള്ള വീടും കാര്യങ്ങളൊക്കെ. അവിടെ നിന്നാണ് അപ്പോൾ നമുക്ക് വണ്ടി അടിച്ചു പറ്റേണ്ടത്. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ ഒരു താറുകളൊക്കെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇതെന്തോ ഒരു ഗോഡൗൺ പോലത്തെ എന്തോ ഒരു സാധനമാണ്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോയി വണ്ടികളൊക്കെ പോയി നമുക്ക് നൈസായിട്ട് എന്തായാലും സ്റ്റീലും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി എന്തായാലും ഗൈസ് നമ്മളങ്ങനെ ഈ ഒരു വീട്ടിലും കാര്യങ്ങളൊക്കെ എങ്ങനെ ഫൈനലി അങ്ങനെ എത്തിയിട്ടുണ്ടോ. ഇതാണ് വീടൊക്കെ. നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നേരത്തെ അവിടെ ZX10R വെച്ച് പാസ് ചെയ്ത് പോയതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് അറിഞ്ഞൂടായിരുന്നു. ഓക്കെ, നമ്മുടെ ലെസ്റ്റർ കാലൊക്കെ ഇപ്പോഴാണ് ലൊക്കേഷനും കാലൊക്കെ അയച്ചത്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം അവിടെ ഒരു വണ്ടി കാണാൻ കിടപ്പുണ്ട്. അയ്യയ്യോ, അതാണ് വണ്ടി. എൻ്റെ അമ്മച്ചി, നല്ല കാര്യം. ചുമ്മാ ആവേശം മൂത്ത് ചാടിയതാണ്. ഇറങ്ങി 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 വല്ലവരും കണ്ടാൽ തീർന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് നോക്കാം നമുക്ക് ഏതാണ് വണ്ടി എന്നൊക്കെ. സ്നൈപ്പർ എടുത്ത് നോക്കാം. ഫോക്കസ് ചെയ്ത് നോക്കട്ടെ വണ്ടി. അയ്യേ, ഇതാ ജീവാഗൺ. അയ്യേ, ജീവാഗൺ ഇങ്ങനെ ഇരിക്കണ പുതിയ സ്റ്റൈലാ. ഇത് നമ്മുടെ മഹീന്ദ്രയുടെ ബലേറോ അല്ലേ? പക്ഷെ ജീവാഗണിൻ്റെ ഒരു ചായയൊക്കെ ഉണ്ട് ഗൈസ് ഈ ഒരു മഹീന്ദ്രയുടെ ബലേറോ ഒക്കെ. ഓക്കെ, ചെറുതായിട്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ചെറിയൊരു ചായക്കാച്ചലുണ്ട്. ഓക്കെ, അതിൻ്റെ ബാക്ക് അതേ വണ്ടി, അതിൻ്റെ ബാക്ക് വശത്തായിട്ടൊരു വണ്ടി കിടപ്പുണ്ട്. അതേതാണെന്തോ ആളിയ ജി, എൻ്റെ ആളിയ സീന് വണ്ടി. ഓ, ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ബാക്കിൽ ജീവാഗണ അങ്ങനെ ഒന്നുമില്ലെന്ന്. പക്ഷേ ജീവാഗണ ഉണ്ട് ബാക്കിൽ. കാര്യങ്ങളൊക്കെ എന്തായാലും ജീവാഗണ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ മാൻ, നൈസ് നൈസ്. ഇത് മതി ഇത് മതി. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നണല്ലേ. നമുക്ക് പതുക്കെ വണ്ടി എടുക്കാം. അയ്യോ, ഈ വണ്ടി ലോക്കാണല്ലോ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുഴപ്പമില്ല, വീടിൻ്റെ അകത്ത് കീ ആണായിരിക്കും. ഓക്കെ, നമുക്ക് പോയി എടുക്കാം. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, വീടൊക്കെ തന്നെ തുറന്നൊക്കെ ഇട്ടിരിക്കണം. എനിക്ക് തോന്നുന്നു വെളിയിൽ വല്ല ചായ കുടിക്കാൻ വല്ലതും പോയതായിരിക്കും. ഇത്രയ്ക്ക് മണ്ടന്മാരാണ്. അതാണ്ടാ ചെടിച്ചട്ടിയുടെ ഇടയിൽ കണ്ട കീ കൊണ്ടിട്ടിരിക്കുന്നത്. ഓ, കിട്ടി കിട്ടി കിട്ടി, ജീവാഗൻ്റെ കീ കിട്ടി. യെസ്, ജീവാഗൻ്റെ കീ കിട്ടി. ചെടിച്ചട്ടിയുടെ ഇടയിലാണ് കീ കൊണ്ടിടുന്നത്. ഇവിടെ ഒരു മഞ്ഞ കളർ താറെടുപ്പുണ്ട് നമ്മുടെ കയ്യിലുള്ള പോലെ. പിന്നെ ഒരു GTR-ഉം പിന്നെ ടൊയോട്ട സൂപ്പറയും വേറെ ബൈക്കുകൾ, പിന്നെ ഒരു ബലേറോ ഉണ്ട്. ഓക്കെ, ബലേറോ. ഓക്കെ, നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് ജീവാഗൺ മതി. ഓ മാൻ, മാക്സിമം പോലീസ് കേസ് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെ, നോ പോലീസ് ചേസ്. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ എന്തൊക്കെയോ പാടുപെട്ട് നമ്മളങ്ങനെ ജീവാഗണങ്ങളൊക്കെ അടിച്ചു കാണിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഇതേനും കൊണ്ട് എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ടേക്ക് എന്തായാലും പോക്കെ. അല്ലെങ്കിൽ പോലീസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇട്ടിട്ട് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും എന്തായാലും വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബും എല്ലാം തന്നെ എന്തായാലും ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഒരു പുതിയൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ എന്തായാലും വരുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മളെന്തായാലും 2 ദിവസം വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും ഇട്ടില്ലായിരുന്നു. ഓക്കെ, അത് ഇടാത്തതെന്ന് വെച്ചാൽ ഗൈസ് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇടാത്തത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോസ് ആരും സ്കിപ്പ് ചെയ്ത് കാണാമല്ലോ. ഓക്കെ, അപ്പം
ഇത് നോർമലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, നമ്മൾ നാളെ എന്തായാലും വെബ് സീരീസ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.